ചില സമയത്ത് പൈസ വരാൻ വൈകും. ഇവന്റെ തലക്ക് റിയനെ ഇവൻ കെട്ടിയിരിക്കും. പിന്നെ റിയനെ കെട്ടി ഞാൻ എനിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ പണിയില്ലല്ലോ, കാരണം എനിക്ക് ആസ്തിയില്ല കാര്യങ്ങളില്ല. ഇപ്പം എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്താ പറയാ ഈ സ്വർണ്ണ കട്ടയുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് സ്വർണ്ണ കട്ട ഉണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞത്, അപ്പനും അമ്മയുടെ പേരാണ് എന്റെ വീടും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അല്ല, ആറാട്ടണ്ണന് വേണ്ടി ഇപ്പൊ എങ്ങനെയാ സൗഹൃദമൊക്കെ നടക്കുന്നുണ്ടോ? അയാളെ മുടിപ്പിക്കാറുണ്ട്. കണ്ണ് തുറക്കുന്നത് എന്തിനാണെന്നറിയോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ രാവിലെ വന്നിട്ട് ഇപ്പൊ സിനിമ ഉണ്ട്, ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി എന്താ? ഇനി നിങ്ങളുടെ ദിവസം എങ്ങനെ പോകും? ആൾക്കാരെ പറ്റിക്കും, ആരെങ്കിലും വിളിക്കും, പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും, സിനിമ ഫുഡ് കിട്ടുന്നിടത്തെല്ലാം ബർത്ത്ഡേ വിഷ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെ പാർക്ക് ബീച്ചൊക്കെ ഉണ്ടല്ലോ. അടുത്ത സ്പോട്ട് ഏതെങ്കിലും കടയിച്ചില്ല കാശില്ല. ഇത് പെരേരയാണ്, നമ്മളെ സോഷ്യൽ മീഡിയ താരം. എന്താ സംഭവം അറിയോ? താനേ എന്റെ പേരും പറഞ്ഞ് താൻ ഭക്ഷണം കഴിക്കാറുണ്ട്. ആട്ടായത്തിന് ഇവർക്ക് ബിഗ് ബോസിൽ കയറണം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല രണ്ടും കയറും. വെറുതെ കേരളീയം ജീവിക്കാൻ പറ്റണ്ടല്ലോ മതി. അല്ല, ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വിളി വന്നാ പോകും, കാരണം പ്രൊഫഷണൽ ലിസ്റ്റിലൊക്കെ യൂട്യൂബുകാരൊക്കെ വിളിക്കത്തൊന്നുമില്ല. അത് ഇവന്റെ അസൂയ. വേറെ ഞാൻ ചോദിക്കാം. നമസ്കാരമുണ്ട്. ഇപ്പൊ കൊച്ചി ഇടപ്പള്ളി പിന്നെ തിയേറ്ററിലാണ്. ഓക്കെ, ഐഡന്റിറ്റി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഐഡന്റിറ്റി ടൊവിനോയുടെ നല്ലൊരു മൂവിയാണ്. അത് കണ്ടിട്ട് നിൽക്കുന്ന ലോകത്തിന് ശേഷം ഒരു സിനിമ. കാരണം ഒരു ഫ്ലൈറ്റ് യാത്ര അനുഭവങ്ങളും പിന്നെ പെൺപിള്ളേരെ ചൂഷണം ചെയ്യുന്നതും അനാവശ്യമായിട്ടുള്ള വീഡിയോ എടുത്ത് ഭീഷണിപ്പെടുത്തുന്നതും അറിയാമല്ലോ. കാരണം അത് ഇവന്റെ കണ്ടന്റ് ഞാൻ പറയാം, നല്ലൊരു മൂവിയാണ്. കാരണം ARMന് ശേഷം ടൊവിനോയുടെ നല്ലൊരു ഇതിന് വേണ്ടി ശരിക്കും വർക്കൗട്ട് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അർച്ചന കപൂർ ഇതിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അലിൻ ജോസ് പെരേരയും ബ്രൈറ്റും ആയിരുന്നു നേരത്തെ കൂട്ടുകാര്, സുഹൃത്തുക്കള്. ആ സമയത്ത് ഞാൻ ഇവനെ ആരാധിച്ചു. അപ്പൊ അങ്ങനെ ഇന്നലെ പറഞ്ഞ വിനീതേട്ടന്റെ വർക്ക് അഭിനയിക്കരുത്, എനിക്ക് ചാൻസ് തരാത്ത ഒരു വർക്ക്. എന്തായാലും നല്ലൊരു മൂവി കാണാൻ സാധിക്കും. അല്ലല്ല, ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരികയാണ്. ബിഗ് ബോസിൽ ഇപ്പൊ അടുത്ത സെക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിൽ ചിലപ്പോൾ അലിൻ ജോസ് പെരേരയൊക്കെ ഇപ്പൊ ഒരു സെലിബ്രിറ്റി ഫെയിമിലേക്ക് പബ്ലിക് ആൾക്കാർ പറയുന്നുണ്ട് സന്തോഷ് വർക്കിയും ഇവര് യൂണിവേഴ്സിലുണ്ടല്ലോ. കിംബോയും മനോജും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് പറയാം. കാരണം അവർ കാണിക്കുന്ന കോമാളിത്തരം അതിര് കടന്നു. കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല, മനസ്സിലായ. ഇപ്പൊ മനോജിനെയും കിംബോയിനെയും ഒക്കെ ഞാൻ വിളിച്ച് ഒരു ഷോർട്ട് ഫിലിമിന് മര്യാദക്ക് മാന്യമായിട്ട് ഒരു ഡയലോഗ് രംഗം ചെയ്യാൻ പറഞ്ഞതാ. അല്ല, ഞാൻ പറയുന്നത് സെലിബ്രിറ്റി ഫെയിമിലേക്ക് ഇപ്പൊ ആറാട്ടനേക്കാൾ ഇപ്പൊ മികച്ചതായിട്ട് ഇപ്പൊ അലിൻ ജോസ് പെരേര കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവിക അടുത്ത ഒരു സെക്ഷനിലേക്ക് അപ്പൊ ബിഗ് ബോസിൽ നിന്ന് നേരിട്ടൊരു സെക്ഷണം വിളിച്ചു കഴിഞ്ഞാൽ ഓഡിഷൻ വിളിച്ചു കഴിഞ്ഞാൽ പൈസ പറയും. 10,000 മുകളിൽ ഒരു ദിവസം റെമ്യൂണറേഷൻ എന്നാണ് ഞാൻ പോകുള്ളൂ. കാരണം എനിക്ക് കുറച്ച് കടബാധ്യത. 10,000 മുകളിൽ റെമ്യൂണറേഷൻ കിട്ടിയാലേ പോകുള്ളൂ. കാരണം എനിക്ക് 25 lakhs എബോ കടബാധ്യതയുണ്ട് എന്റെ വീട്ടില്. എത്ര? 25 ലക്ഷത്തിന് മുകളിൽ. ആരുണ്ടാക്കി വെച്ചത്? അമ്മയപ്പനും കൂടി ഉണ്ടാക്കിയതാ. എനിക്കറിയില്ല, എനിക്കറിയാം, എന്റെ വീട്ടിൽ എനിക്കറിയാം. കാരണം ഇത് കാറോ ബസ്സോ പഠിച്ചിട്ടൊന്നുമില്ല. കാരണം മറ്റേ 2 നിലയിലെ വീട് വെച്ചു. അതിനായിട്ടുള്ള കടബാധ്യങ്ങൾ, പിന്നെ അനിയത്തിനെ പഠിപ്പിക്കാനുള്ള കടം. അനിയത്തി ആൻമരിയാണ് മറ്റേ പഞ്ചാബിൽ പഠിക്കുന്നത്. അപ്പൊ ടോട്ടല് 2 മക്കള്. കടം 25 ലക്ഷത്തിന് മുകളിൽ. കാരണം എനിക്ക് വിഷമമുണ്ട്. ഈ പുള്ളി അറിയോ? ആട്ടയത്ത് അറിയോ? അറിയില്ല. അല്ലേ, നിങ്ങളുടെ മാനേജർ അല്ലേ? മാനേജർ അല്ല, ഫ്രണ്ടാണ്. മാനേജർ പറയുന്നുള്ളൂ. അപ്പൊ ഈ പുള്ളിയുടെ വിഷയം പറയാം. ഈ പുള്ളി ഒരു ചെറിയൊരു സങ്കടം പറയാം. കാരണം ഈ പുള്ളി അഭിലാഷ് ആട്ടയം ഭയങ്കര ദാരിദ്ര്യം. കാരണം ഡ്രസ്സിലൊക്കെ ഭയങ്കര നീറ്റായിരിക്കും, പക്ഷെ ഇയാളുടെ വീട്ടിൽ ഞാൻ പോയതാ, ജനലിന്റെ പാളിയില്ല.
ജനൽ ഉണ്ട്, പക്ഷെ പാളിയില്ല, കൊതുകടിക്കുന്നു. മൂത്രം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ടൈൽസ് വിളിച്ചിട്ടില്ല, തറ കിട്ടൂലേ നമ്മള് സിമെന്റ് ഒക്കെ ഇട്ടിട്ട്, അതേപോലത്തെ അവസ്ഥ. കാരണം ഇപ്പൊ കഥ പറയുമ്പോൾ സിനിമയില്ലേ, അപ്പൊ അതേപോലത്തെ വീടാണ്. ഒരു മുറിയിൽ തന്നെ ഒരു ഹാളിൽ തന്നെ 2 ബെഡ്റൂമും അങ്ങനെയുള്ള സെറ്റപ്പിലാണ് പുള്ളി ജീവിക്കുന്നത്. തേച്ചിട്ടില്ല, ഇങ്ങനെ ഇഷ്ടി കെട്ടി വെച്ചിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ആ ജീവിതമാണ്. കാരണം ഞാൻ പറയുന്നത് അഭിലാഷ് ആട്ടെ എന്ന് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലുള്ള വ്യക്തിയല്ല.